Hello guys, welcome back to our channel. This is me with Mallu എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ നമ്മുടെ ഗോഹാൻ അവനാണെങ്കിൽ ചുന്ദരിപ്പെണ്ണിന്റെ ഭീഷണിയെ തുടർന്ന് ഇപ്പൊ വേൾഡ് മാർഷൽ ആർട്സ് മത്സരത്തിൽ മത്സരിക്കാനായിട്ട് തയ്യാറെടുത്തിരിക്കുകയാണ്. അവൻ ആ കാര്യം ബൊൽമയെ അറിയിച്ച് അവന്റെ ഐഡന്റിറ്റി പുറത്താവാതിരിക്കാനുള്ള ചില ഗെറ്റപ്പ് അവളുടെ കയ്യിൽ നിന്നും ചോദിച്ചു വാങ്ങിക്കും. അതിനുശേഷം അവരോട് ടാറ്റ ബൈബയൊക്കെ പറഞ്ഞ് ഇപ്പൊ നേരിട്ട് നമ്മുടെ മൊട്ടപ്പനെ കാണാൻ വന്നിരിക്കുകയാണ്. മൊട്ടപ്പൻ ഇപ്പൊ പഴയ മൊട്ടപ്പനല്ല, അവന് ഒക്കെ വെച്ച് വളരെ സ്റ്റൈലായിരിക്കുകയാണ്. മൊട്ടപ്പനാണെങ്കിൽ ഇപ്പൊ ഗോഹാനോട് പറയും, ഒരുപാട് ദിവസത്തിന് ശേഷം നിന്നെ കാണാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം. മാത്രമല്ല ഈ മത്സരത്തിൽ ഒക്കവും ഇവിടേക്ക് എത്തുന്നുണ്ട് എന്ന് അറിഞ്ഞതാണ് എനിക്ക് ഡബിൾ ഹാപ്പി. ഞാൻ ശരിക്കും ഒരുപാട് എക്സൈറ്റഡ് ആണ്. പക്ഷേ വജീറ്റയും ഗോക്കും ഒക്കെ ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും ഞാൻ ഈ മത്സരത്തിൽ ജയിക്കാൻ പോകുന്നില്ല. അത് കേട്ട് ഇപ്പോ മൊട്ടപ്പന്റെ ആ കുഞ്ഞാണെങ്കിൽ പുറത്തേക്ക് വരും. തൊട്ടു പിന്നാലെ മൊട്ടപ്പന്റെ വൈഫാണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, ഉറപ്പായാലും ഞാനും മൊട്ടപ്പനും ഈ മത്സരത്തിൽ മത്സരിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് പണം ആവശ്യമാണ്, ഫസ്റ്റ് പ്രൈസ് ഞങ്ങൾ തന്നെ അടിച്ചെടുക്കും. അത് കേട്ട് മാസ്റ്റർ റോഷിയും വിളിച്ചു പറയും, അങ്ങനെയാണെങ്കിൽ ഞാനും ഈ മത്സരത്തിൽ മത്സരിക്കുന്നുണ്ട്, എനിക്കും ഒരുപാട് കാലമായി ഇത്തരത്തിൽ വലിയൊരു മത്സരത്തിൽ പങ്കെടുക്കാനായിട്ട് ആഗ്രഹം തോന്നുന്നു. ഉടനെ ഗോഹാനാണെങ്കിൽ അതെല്ലാം കേട്ട് സന്തോഷത്തിൽ അവിടുന്ന് കടന്നു പോകാനായിട്ട് ശ്രമിക്കും. മൊട്ടപ്പൻ അപ്പോഴായിരിക്കും ഗോഹാന്റെ വസ്ത്രം ശ്രദ്ധിക്കുക. നീ എന്താ ഇത്ര ഡിഫറെന്റ് ആയിട്ട് നടക്കണേ? അതിന് ഗോഹാൻ പറയും, ഇതെന്റെ പുതിയ സ്റ്റൈലാണ്, ഞാൻ എത്രയും വേഗം ഈ കാര്യം പിക്കലോയുടെ ടീമിനെ അറിയിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് അവൻ അങ്ങനെ പിക്കലോയുടെ അടുത്തേക്ക് എത്തും. പിക്കലോയ്ക്കാണെങ്കിൽ അത് കേട്ട് ഒരുപാട് സന്തോഷം. വാവ്, തീർച്ചയായിട്ടും ഞാനും ഈ മത്സരത്തിൽ പങ്കെടുക്കും. ഗോഹാനാണെങ്കിൽ ഡണ്ടയോട് ചോദിക്കും, എനിക്ക് ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ താല്പര്യമില്ലേ? അതിന് ഡണ്ട് പറയും, അയ്യോ ഇല്ല, ഞാൻ ഇങ്ങനെയുള്ള മത്സരങ്ങളിലൊന്നും പങ്കെടുക്കാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. പിക്കലോ ആണെങ്കിൽ വണ്ടടിച്ച് ഗോഹാനോട് ചോദിക്കും, ഓ നോ, എന്തിനാ ഈ പഴഞ്ച വസ്ത്രങ്ങളൊക്കെ ധരിച്ചിരിക്കുന്നത്? അതിനവൻ പറയും, ഇത് പഴഞ്ചനൊന്നും അല്ല, ഇത് ഇപ്പോഴത്തെ ട്രെൻഡാണ്. മൊട്ടപ്പം പോലും എന്നോട് ഇങ്ങനെയൊന്നും ചോദിച്ചിട്ടില്ല. ഞാൻ അവരോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഇപ്പൊ ഗോഹാൻ അവന്റെ വീട് ലക്ഷ്യമൊക്കെ പോവാണ്. എല്ലാവരെയും ഞാൻ കാര്യം അറിയിച്ചു കഴിഞ്ഞു. ഇനി എത്രയും വേഗം അമ്മയോട് ഈ കാര്യം പറയണം. അമ്മയ്ക്കിത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷവും. അമ്മ എപ്പോഴും എന്റെ കാര്യം മാത്രമാണ് പറയാറെന്ന് പറഞ്ഞ് ഇപ്പൊ ഗോഹാൻ ആണെങ്കിൽ വീട്ടിലേക്ക് വന്ന് ഫുഡ് കഴിക്കുന്നതിനിടയിൽ ആ കാര്യം ചീച്ചിയെ അറിയിക്കും. ചീച്ചിയാണെങ്കിൽ സന്തോഷത്തിൽ തുള്ളിച്ചാടും. ഓ നോ, ഇത്രയും വലിയൊരു സന്തോഷ വാർത്ത അറിഞ്ഞിട്ട് അത് നീ എന്നോട് ഇപ്പോഴാണോ പറയണേ? നിനക്ക് എങ്ങനെ ഇത്രയും നേരവും അത് വെയിറ്റ് ചെയ്ത് നിൽക്കാനായിട്ട് കഴിഞ്ഞു? ഗോട്ടൻ, നിനക്ക് നിന്റെ അച്ഛനെ വീണ്ടും കാണാനായിട്ട് കഴിയും. എന്റെ മക്കൾ വളരെ ലക്കിയാണെന്ന് പറഞ്ഞ് അവളാണെങ്കിൽ ഗോട്ടനെ തൂക്കിയെടുത്ത് അങ്ങനെ തുള്ളിച്ചാടുകയാണ്. അച്ഛന്റെ കൂടെ ഒരു ദിവസം കൂടെ നിങ്ങൾക്ക് ജീവിക്കാനായിട്ട് കഴിയും. ഗോക്കുവിനെ എനിക്ക് വീണ്ടും കാണാൻ പറ്റും. അവൻ വന്ന ഉടനെ നല്ലൊരു സലൂണിൽ പോയി അവന്റെ മുടി വെട്ടണം എന്നൊക്കെ പറഞ്ഞ് അവൾ അങ്ങനെ ഹായ് ആയിട്ടിരിക്കും. അപ്പോഴായിരിക്കും ഗോഹാൻ ആ ഫൈറ്റിനെ കുറിച്ച് പറയാം. വേൾഡ് മാർഷൽ ആർട്സ് മത്സരത്തിൽ ഞാൻ കൂടെ ഫൈറ്റ് ചെയ്തോട്ടെ. മത്സരത്തിൽ ജയിക്കുന്നവർക്ക് 10 മില്യൺ ആണ് ഫസ്റ്റ് പ്രൈസ്, സെക്കൻഡ് പ്രൈസ് 5 മില്യൺ. അത് കേട്ട് അവളൊന്ന് ഞെട്ടും. അവളാണെങ്കിൽ ഹാപ്പി ആയിട്ട് തുള്ളിച്ചാടി പറയും, തീർച്ചയായിട്ടും നീയും ഗോട്ടനും നിങ്ങൾ രണ്ടുപേരും മത്സരിക്കണം. ഫസ്റ്റും സെക്കൻഡും നിങ്ങൾ തന്നെ കൊണ്ടുവരണം. 15 മില്യൺ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വളരെ റിച്ച് ആവും. എന്റെ അച്ഛനെ പോലെ എനിക്കും പണക്കാരിയാവാനുള്ള അവസരം അതിപ്പോഴാണ് കിട്ടിയത്. ഉടനെ ഗോഹാനാണെങ്കിൽ വീട്ട് വണ്ടടിച്ച് ചീച്ചിയോട് പറയും, ഞാൻ ജയിക്കുമെന്ന് ഉറപ്പൊന്നും ഇല്ല, ജയിച്ചാൽ മാത്രമേ അത്രയും പണം കിട്ടൂ. അതിന് ചീച്ചി ദേഷ്യപ്പെട്ട് പറയും, ഞാൻ വളർത്തുന്നത് ഗോകുവിന്റെ മക്കളെയാണ്, അവനെല്ലാ മത്സരത്തിലും ജയിച്ചിട്ടേ ഉള്ളൂ, സോ നിങ്ങളും ജയിച്ചേ പറ്റൂ. ഉടനെ ഗോഹാനാണെങ്കിൽ ഓക്കെ പറഞ്ഞ് ഇപ്പൊ ഗോട്ടനോട്, ഞാൻ നാളെ ട്രെയിനിങ് ചെയ്യാൻ പോവാണ്, നീയും എന്നോടൊപ്പം ട്രെയിനിങ് ചെയ്യാൻ വരുന്നത് ചോദിക്കും. അതിനവനും ഓക്കെ പറഞ്ഞ് രണ്ടുപേരും നെക്സ്റ്റ് ഡേ മോർണിംഗ് ഇപ്പൊ ട്രെയിനിങ് ആരംഭിക്കും. ഗോഹാനാണെങ്കിൽ ഗോട്ടനോട് പറയും, ആദ്യം നമുക്ക് സൂപ്പർ സയൻ മോഡ് അത് പഠിക്കാന്ന് പറഞ്ഞ് ഗോഹാനാണെങ്കിൽ അവന്റെ സൂപ്പർ സയൻ മോഡിലേക്ക് പോകും. പക്ഷെ ഗോട്ടനാണെങ്കിൽ ഒന്നും ശ്രദ്ധിക്കാതെ അവന്റെ പെറ്റുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗോഹാനാണെങ്കിൽ ഭയങ്കരമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു പവർ അത് റിലീസ് ചെയ്യാനായിട്ട് ഒരുങ്ങുന്ന അടുത്ത നിമിഷം ഗോട്ടനാണെങ്കിൽ അവന്റെ അടുത്തേക്ക് ഓടി വരും. ഇത് കണ്ടോ, ഇത് ഞാൻ ആ പാറകൾക്കടയിൽ നിന്ന് പിടിച്ച ജീവിയാണെന്ന് പറഞ്ഞ് അവര് കാണിച്ചു കൊടുക്കും. ഗോഹാനാണെങ്കിൽ അവനോട് പറയും, ഓക്കെ എനിക്കിപ്പോ ട്രെയിനിങ് ചെയ്യണമെന്ന് പറഞ്ഞ് വീണ്ടും അവൻ കോൺസെൻട്രേറ്റ് ചെയ്യും. ആ സമയത്ത് ഗോട്ടനാണെങ്കിൽ വലിയൊരു പല്ല് ഉയർത്തി കാണിച്ച്, ഇത് കണ്ടോ, ഇതിനെ ഞാൻ പിടിച്ചാണെന്ന് പറയും. ദേഷ്യപ്പെട്ട് ഗോഹാനാണെങ്കിൽ അവനോട് പറയും, ദയവ് ചെയ്ത് നീ ഡിസ്റ്റർബ് ചെയ്യരുത്, ഇവിടേക്ക് വന്ന ട്രെയിനിങ് എടുക്കാനാണ്, അത് നീ മറക്കാൻ പാടില്ല. അങ്ങനെ വീണ്ടും അവൻ കാര്യമായിട്ട് ട്രെയിനിങ് എടുക്കുമ്പോഴായിരിക്കും ഇവിടെ ഗോട്ടൻ വലിയൊരു ദിനോസറിനെ അതിനെ ഇപ്പോ ചൂണ്ടിക്കാണിക്കുക. അതിനുശേഷം അതിന്റെ വാൽ കയറിയിരുന്ന് ഗോട്ടനാണെങ്കിൽ അതിനെ പിടിച്ചു വലിക്കും. പക്ഷെ അതാണെങ്കിൽ വാൽ ഉപയോഗിച്ച് ഒരു പാറയിൽ ആഞ്ഞടിക്കാൻ ശ്രമിക്കും. സമയം ഗോഹാനാണെങ്കിൽ ആ പാറ തകർത്ത് അവനെ സേവ് ചെയ്യും. അതിനുശേഷം ദേഷ്യപ്പെട്ടു പറയും, നീ വീണ്ടും അതുപോലെ എന്നെ ഡിസ്റ്റർബ് ചെയ്താ നിന്നെ ഞാൻ വീട്ടിൽ കൊണ്ടുപോയി വിടും, ഒരു കാര്യവും നിനക്ക് ഞാൻ പഠിപ്പിച്ചു തരില്ല, മര്യാദയ്ക്ക് അവിടെ ഇരിക്കെ. അതിന് ഗോട്ടനാണെങ്കിൽ തല താഴ്ത്തി, ആ ദിനോസർ കുറച്ച് വലുതായിരുന്നു, അതുകൊണ്ടാണ് എനിക്കതിനെ പിടിക്കാൻ പറ്റാഞ്ഞ്, ഇനി ഞാൻ ഡിസ്റ്റർബ് ചെയ്യില്ല എന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഒരു ഭാഗത്ത് പോയിട്ടിരിക്കും. ഗോഹാനാണെങ്കിൽ കാര്യം
അടിപൊളിയായിട്ട് ട്രെയിനിങ് ഒക്കെ എടുത്ത് അടുത്തുള്ള ഓരോ മലയും അങ്ങനെ ചവിട്ടി തെറിപ്പിച്ച് തകർത്ത് കൊണ്ടേയിരിക്കും. അല്പസമയം കഴിഞ്ഞ് ഗോഹാനാണെങ്കിൽ ഗോട്ടനെ നോക്കും. അവൻ ഇത്തവണ നല്ല കുട്ടിയായിട്ട് ഗോഹാനെ തന്നെ നോക്കിയിരിക്കുകയാണ്. ഓക്കെ ഗോട്ടൻ, എനിക്ക് നിന്റെ ഒരു സഹായം വേണമെന്ന് പറയും. അത് കേൾക്കുമ്പോൾ ഗോട്ടനും ഒത്തിരി സന്തോഷം. ഗോട്ടനാണെങ്കിൽ ഉത്സാഹത്തോടു കൂടെ ഗോഹാന്റെ അടുത്തേക്ക് വരും. ഗോഹാനാണെങ്കിൽ ഗോട്ടനോട് പറയും, നീ ഒരുപാട് കല്ലുകൾ പെറുക്കിക്കൊണ്ട് ഇവിടേക്ക് വരണം. അത് കേട്ട് ഗോട്ടനാണെങ്കിൽ ഒത്തിരി സമയമെടുത്ത് ഒരുപാട് കല്ലുകൾ അങ്ങനെ പെറുക്കി കൂട്ടുകയാണ്. ഓ നോ, എനിക്ക് മടുത്തു, ഇനിയും കല്ലുകൾ പെറുക്കാൻ എനിക്ക് പറ്റില്ല. ഇതെന്തിനാണ് ഇത്രയും കല്ലുകൾ? അതിന് ഗോഹാൻ പറയും, നീ ഈ കാണുന്ന ലൈനിൽ നിന്ന് ഈ കല്ലുകൾ നേർക്ക് വലിച്ചെറിയണം. എന്റെ ആക്യുറസി അത് ടെസ്റ്റ് ചെയ്യാനാണ്. അതിന് ഗോട്ടൻ പറയും, ഞാൻ ഈ കല്ലെറിഞ്ഞ് നിന്റെ ദേഹത്ത് കൊണ്ടാ നീ എന്നോട് ദേഷ്യപ്പെടരുത്. ഗോഹാനാണെങ്കിൽ കാഷ്വലായിട്ട് പറയും, ഒരിക്കലും ഇല്ല. ഗോട്ടനാണെങ്കിൽ കല്ലെടുത്തെറിയാൻ തയ്യാറാവും. അതേസമയം ഗോഹാനാണെങ്കിൽ ഏറ് കൊള്ളാനായിട്ട് അങ്ങനെ തയ്യാറായിട്ട് ആ പാറയുടെ അടുത്ത് പോയി നിൽക്കും. വലിയൊരു കല്ലെടുത്ത് ഗോട്ടൻ വലിച്ചെറിയും. ജസ്റ്റ് മിസ്സിന് ഗോഹാൻ ആ കല്ലിൽ നിന്ന് തെന്നി മാറുകയാണ്. അപ്പോഴായിരിക്കും ഗോട്ടന്റെ പവർ അതെന്താണെന്ന് ഗോഹാൻ മനസ്സിലാക്കുക. സോ ഇത്ര അടുത്ത് നിർത്തി എറിഞ്ഞാൽ നീ പാളുമെന്ന് മനസ്സിലാക്കിയ ഗോഹാനാണെങ്കിൽ ഗോട്ടനെ അല്പം ദൂരേക്ക് കൊണ്ടുവന്ന് നിർത്തും. അവിടെ നിന്ന് എറിയാനായിട്ട് പറയും. അങ്ങനെ അവനാണെങ്കിൽ അറഞ്ചം പുറഞ്ചം ഗോഹാൻ എറിഞ്ഞുകൊണ്ടേയിരിക്കും. ഗോഹാൻ ആ കല്ലുകളിൽ നിന്നെല്ലാം ജസ്റ്റ് മിസ്സിന് രക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കും. ഗോഹാനാണെങ്കിൽ അവനോട് അടുത്തേക്ക് വന്ന് എറിയാനായിട്ട് പറയും. അതനുസരിച്ച് ഗോട്ടൻ അടുത്തേക്ക് വന്ന് അഞ്ചം പുറഞ്ചം കല്ലുകൾ അവന്റെ നേർക്ക് വലിച്ചെറിയും. അല്പസമയം കഴിഞ്ഞ് ഗോട്ടനാണെങ്കിൽ കല്ല് താഴെയിടും. എനിക്ക് ഈ ട്രെയിനിങ് ഇത് മടുത്തു. എനിക്കും നിന്റെ മുടി പോലെ എന്റെ മുടി ഗോൾഡൻ നിറത്തിലുള്ളതാക്കണം. അത് കേട്ട് ഗോഹാൻ അവൻ പൊട്ടിച്ചിരിക്കും. ഇത് സൂപ്പർ സയൻ പവറാണ്. നിന്നെപ്പോലുള്ള ചെറിയ കുട്ടികൾക്ക് അത്ര എളുപ്പത്തിൽ ഇത് ചെയ്യാനായിട്ട് കഴിയില്ല. ഈ ഒരു പവറിലേക്ക് മാറാൻ ഒരുപാട് നാളത്തെ ട്രെയിനിങ് അത് ആവശ്യമാണ്. അത് കേൾക്കേണ്ട താമസം നമ്മുടെ ഗോട്ടൻ അവൻ ഞൊട്ടിയടയില് അവന്റെ സൂപ്പർ സയൻ മോഡിലേക്ക് മാറുകയാണ്. ഇത് കണ്ട് ഗോഹാൻ അവൻ ഷോക്കാവും. ഓ നോ, നീ എന്താ ഈ ചെയ്തേ? നിനക്കെങ്ങനെ ഈ പവർ കിട്ടി? ഇതാദ്യമായിട്ട് എപ്പോഴാ നീ ഉപയോഗിക്കാൻ പഠിച്ചേ? ഞാനും അച്ഛനും ഒരുപാട് വർഷങ്ങൾ കഷ്ടപ്പെട്ട് ട്രെയിനിങ് എടുത്താണ് ഈ സൂപ്പർ സയൻ പവറിലേക്ക് എത്തിയത്. നീ വെറും നിമിഷ നേരങ്ങൾ കൊണ്ട് ആ പവർ സ്വായക്തമാക്കി. ആട്ടെ, ഈ പവർ അത് അമ്മ കണ്ടിട്ടുണ്ടോ? അത് കേട്ട് ഗോട്ടൻ ചിരിക്കും. ആക്ച്വലി നീ സ്കൂളിൽ പോയതിനു ശേഷം അമ്മ എനിക്ക് ട്രെയിനിങ് തന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കിൽ ചീച്ചിയാണെങ്കിൽ ഗോട്ടന് ട്രെയിനിങ് കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഫൈറ്റിന്റെ ഇടയിൽ ഗോട്ടനാണെങ്കിൽ ഞൊട്ടിയടയിൽ സൂപ്പർ സയൻ മോഡിലേക്ക് പോയി ചീച്ചിയെ ചവിട്ടി തെറിപ്പിക്കും. ഗോട്ടനാണെങ്കിൽ ഭയന്ന് ഓടി വന്ന് ചീച്ചിയോട് ക്ഷമ പറയും. ഐ എം സോറി, അറിയാതെയാണ് ഞാൻ കിക്ക് ചെയ്തത്. അപ്പോഴായിരിക്കും ചേച്ചി അവനെ ശ്രദ്ധിക്കുക. അവൻ സൂപ്പർ സയൻ മോഡിലേക്ക് ആദ്യമായി മാറി. ഓ നോ, മകനും അവന്റെ അച്ഛൻ ഗോകുവിനെ പോലായി മാറി എന്ന് പറഞ്ഞ് അവളാണെങ്കിൽ ഉച്ചത്തിൽ നിലവിളിച്ച് കരയും. ഇതാ പ്രസന്റ് കാണിക്കും. ഗോട്ടനാണെങ്കിൽ തല താഴ്ത്തി ഗോഹാനോട് പറയും, സത്യത്തിൽ എന്റെ ആ പവർ കണ്ടപ്പോ അമ്മ ഒരുപാട് പേടിച്ചു പോയി. അത് കേട്ട് ഗോഹാൻ ചിരിക്കും. ഓക്കെ, നിന്റെ പവർ കാണിക്കേ, നമുക്ക് ഫൈറ്റ് അത് ആരംഭിക്കാം. അടുത്ത നിമിഷം അവർ രണ്ടുപേരും ഇപ്പൊ വമ്പൻ ആക്ഷനൊക്കെ ഇട്ട് പൊരിഞ്ഞ പോരാട്ടം. ഗോട്ടന്റെ ഫൈറ്റ് കണ്ട് ഗോഹാനാണെങ്കിൽ അമ്പരന്ന് പോവും. ഗോഹാനാണെങ്കിൽ ഇപ്പൊ ഞൊട്ടിയടയിൽ മുകളിലേക്ക് പറന്നു വരും. അത് കണ്ട് ഗോട്ടനാണെങ്കിൽ ദേഷ്യപ്പെട്ടു പറയും, ചതിയാണ്, നീ ചീറ്റിംഗ് ആണ് ചെയ്യുന്നത്. പറന്നു പോവാതെ ഭൂമിയിൽ വന്ന് ഫൈറ്റ് ചെയ്യ്, എനിക്ക് പറക്കാൻ അറിയില്ല. അതിന് ഗോഹാൻ പറയും, നിനക്ക് സൂപ്പർ സയൻ ആവാൻ കഴിഞ്ഞു, പക്ഷെ ഇതുവരെ പറക്കാൻ പറ്റിയിട്ടില്ല. ക്ഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, നിന്നെ പറക്കാനായിട്ട് ഞാൻ പഠിപ്പിക്കാം. അത് കേട്ട് ഗോഹാന് ഭയങ്കര സന്തോഷം. അപ്പോഴായിരിക്കും നമ്മുടെ ചുന്ദരി പെണ്ണ് അവളുടെ ഒരു പേടകം ഗോഹാന്റെ വീടിന് നേരെ ലക്ഷ്യമാക്കി പോകുന്നത് അവൻ കാണുക. അവൻ ആ ഫ്ലൈയിങ് സ്കില്ല് അത് പഠിക്കാനാണ് അവിടേക്ക് വരുന്നതെന്ന് ഗോഹാന് കാര്യം മനസ്സിലാവും. ഗോഹാൻ ആണെങ്കിൽ ഗോട്ടനോട് പറയും, ഫ്രണ്ടാണ് ചുന്ദരി പെണ്ണ്, നിന്നെ പോലെ പറക്കാൻ പഠിക്കാനാണ് അവളും ഇവിടേക്ക് വരുന്നത്. സോ ഒരു കാരണവശാലും നിന്റെ സൂപ്പർ സയൻ പവർ അത് അവളുടെ മുമ്പിൽ കാണിക്കാൻ പാടില്ല. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇങ്ങനെയാണ് പറക്കുന്നതെന്ന് ഞാൻ പഠിപ്പിച്ചുതരാന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ഉഷാറായിട്ട് വീട് ലക്ഷ്യമാക്കി ഓടുകയാണ്. ഗോഹാൻ ആണെങ്കിൽ ഗോട്ടനോട് പറയും, നിനക്ക് ഇത്രയും പവർ ഉണ്ടെന്ന് ഞാൻ കരുതിയില്ല. കേട്ട് ഗോട്ടൻ പറയും, നിന്റെ പവർ കണ്ട് ഞാനാണ് ശരിക്കും അത്ഭുതപ്പെട്ടത്. എന്റെ ഒരു കല്ല് പോലും നിന്റെ ദേഹത്ത് കൊണ്ടില്ല എന്നൊക്കെ പറഞ്ഞ് അവർ രണ്ടുപേരും വീട് ലക്ഷ്യമാക്കി വരും. അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ചുന്ദരി പെണ്ണാണെങ്കിൽ ഇപ്പൊ ഗോഹാന്റെ അമ്മയായിട്ട് തർക്കിക്കുകയാണ്. ഒരു കാരണവശാലും പറക്കാനുള്ള സ്കില്ലൊന്നും എന്റെ മകൻ നിനക്ക് പഠിപ്പിച്ചു തരില്ല. ഉടനെ ഗോഹാൻ ആണെങ്കിൽ അവിടേക്ക് എത്തും. ഈ പെണ്ണാണെങ്കിൽ ഗോഹാനോട് പറയും, എനിക്ക് നീ തന്ന പ്രോമിസ് അത് പാലിക്കണം, എന്നെ പറക്കാനായിട്ട് പഠിപ്പിക്കണം. അത് കേട്ട് ഗോഹാൻ പറയും, തീർച്ചയായിട്ടും ഞാനത് പഠിപ്പിക്കും. അത് കേട്ട് ഉച്ചയാണെങ്കിൽ ദേഷ്യപ്പെട്ടു പറയും, ഒരു കാരണവശാലും ആ സ്കില്ലൊന്നും ഇവൾക്ക് പറഞ്ഞു കൊടുക്കാൻ പാടില്ല. ഇവൾ നിന്നെ ഇംപ്രസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. മാർഷൽ ആർട്സ് മത്സരത്തിൽ പങ്കെടുത്ത് നിന്നെ വിവാഹം കഴിക്കാനാണ് ഇവൾ ആഗ്രഹിക്കുന്നത്. ഇത് കേട്ട് ഫുൾ കലിപ്പിൽ ചുന്ദരി പെണ്ണാണെങ്കിൽ ഇപ്പൊ ദേഷ്യപ്പെട്ടു പറയും, എനിക്കെന്താ വട്ടുണ്ടോ നിങ്ങളുടെ മകനെ വേൾഡ് മാർഷൽ ആർട്സ് മത്സരത്തിൽ വെച്ച് വിവാഹം കഴിക്കാൻ? ഉടനെ ഗോട്ടൻ പറയും, അങ്ങനെയാണെങ്കിൽ എന്റെ അമ്മയ്ക്ക് വട്ടാണോ? എന്റെ അമ്മ എന്റെ അച്ഛൻ ഗോകുവിനെ കല്യാണം കഴിച്ചത് വേൾഡ് മാർഷൽ ആർട്സ് മത്സരത്തിൽ വെച്ചാണ്. അത് കേട്ട് എല്ലാവരും ഞെട്ടും. ചേച്ചിയാണെങ്കിൽ ഒരു സെക്കൻഡ് കഴിഞ്ഞ കാര്യങ്ങളെല്ലാം ആലോചിക്കുകയാണ്. വേൾഡ് മാർഷൽ ആർട്സ് മത്സരത്തിൽ അവർ ഫൈറ്റ് ചെയ്തതും പിന്നീട് അവരുടെ വിവാഹം നടന്നതും അങ്ങനെ എല്ലാ ഹാപ്പി മൊമെന്റ്സും ആലോചിക്കും. അതിനുശേഷം ചുന്ദരി പെണ്ണ് നോക്കി അടിച്ചു പറയും, എനിക്ക് നന്നായിട്ട് അറിയാം എന്റെ മകനെ വശത്താക്കാൻ വേണ്ടി തന്നെയാണ് നീയും ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും 150 പറഞ്ഞ് 100 പറഞ്ഞ് പൊരിഞ്ഞ തർക്കത്തിൽ ഏർപ്പെടുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.